വൃക്ക രോഗികൾക്ക് വീട്ടിൽ തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാനുള്ള സൗജന്യ ഫ്ലൂയിഡ് വിതരണത്തിൽ പ്രതിസന്ധി. കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള സൗജന്യ ഫ്ലൂയിഡ് വിതരണം നിർത്തി. ഫ്ലൂയിഡ് വിതരണം ചെയ്യുന്ന സ്വകാര്യ കമ്പനികൾക്ക് സർക്കാർ പണം നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. രോഗികൾ കോഴിക്കോട് ADMOയ്ക്ക് പരാതി നൽകി. ഇപ്പോൾ ഇതുവരെ കാരുണ്യൊന്നും നീതി മെഡിക്കൽ നിന്നൊക്കെ മെഡിക്കൽ കോളേജ് ഇവിടുന്ന് കിട്ടുന്നതാണ് ഇൻഷുറൻസിനതിൽ. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് മരുന്നില്ല. എനിക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3 ബോക്സ് മരുന്ന് 6 ദിവസം കൂടി ചെയ്യാനുള്ള മരുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു ദിവസം 2000 റുപ്യ മരുന്നും അതിൻ്റെ അനുബന്ധ സാധനങ്ങളൊക്കെ ആയിട്ട് 2000 റുപ്യയിൽ കൂടുതലാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് എന്തെങ്കിലും നടപടി എടുക്കണമെന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനം. എന്താ വെച്ചാൽ 500-ലധികം പേഷ്യൻസ് ഉണ്ട് ഇത് ചെയ്യുന്ന കോഴിക്കോട് തന്നെ. അപ്പോൾ ഇങ്ങനെ മരുന്ന് കിട്ടാണ്ടായാൽ കിഡ്നി പേഷ്യൻസൊക്കെ അങ്ങനെ മരിക്കുന്ന ഗതികേട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയെന്ന് പറയുന്നത്. ഇൻഷുറൻസ് വഴി നമുക്ക് കാരുണ്യയിൽ നിന്നും പിന്നെ ഫെയർ പ്രൈസിൽ നിന്നാണ് മരുന്ന് ലഭിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഒരാഴ്ചയായിട്ട് അതും നിന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് വേറൊരു വഴിയില്ല, വേറെ ഒന്നും കിട്ടാൻ വഴിയില്ല. പുറമേ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നടക്കില്ല. കാരണം ഒരു ദിവസം തന്നെ ഏകദേശം 1200 രൂപയിലും മേലെ ചിലവ് വരും. ഏകദേശം ഒരു മിനിമം ചിലവാണ് പറഞ്ഞത്, അതിൽ കൂടുതലല്ലാതെ ഒരിക്കലും കുറയില്ല. ദൃശ്യ പുതിയയിടത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. ദൃശ്യ, പണം കുടിശ്ശികയായതിനെ തുടർന്നാണ് കമ്പനികൾ ഇപ്പോൾ ഫ്ലൂയിഡ് വിതരണം നിർത്തിവെച്ചിരിക്കുന്നത്. ഇത് എത്രത്തോളം വലിയ പ്രതിസന്ധിയാണ് രോഗികൾക്കുണ്ടാക്കുന്നത്? ദിവ്യ, ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി തന്നെയാണ് മുന്നിലുള്ളത്. കാരണം ഇവർക്ക് ഒരു ദിവസം തന്നെ 3-4 തവണ ഈ ഒരു ഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളാണുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലൂയിഡിന് ഒരു പാക്കറ്റിലുള്ള ഫ്ലൂയിഡിന് 300 രൂപ വരുമ്പോൾ ഒരു ദിവസം മിനിമം പറഞ്ഞാൽ 1000 രൂപയ്ക്ക് മുകളിലേ പോവുകയുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇവർക്ക് വലിയൊരു പ്രതിസന്ധിയാണ് മുന്നിലുള്ളത്. സർക്കാരിൽ നിന്നൊരു വലിയ തുക കുടിശ്ശികയായതിനെ തുടർന്നാണ് മരുന്ന് കമ്പനികൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇവർക്ക് വീട്ടിൽ നിന്ന്, ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ നിന്ന് സ്വയമേ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് 2022 അങ്ങനെ ഒരു പദ്ധതി തുടങ്ങി വെച്ചത്. എന്നാൽ അതും ഇപ്പോൾ നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. നമുക്കറിയാം, ഇതുപോലെ ഒരുപാട് വീടുകളുണ്ട്. അങ്ങനെ ഒരു വീട്ടിലാണ് ഞാനുള്ളത്. ഇവർക്ക് ഈ വീട്ടിലൊരു 10 വയസ്സുകാരനായ മകനാണുള്ളത്. കുഞ്ഞിനാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. ഇവനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒന്നാണ് ചെയ്യേണ്ടത്. പക്ഷേ എങ്കിൽ പോലും കുട്ടിയുടെ വീട്ടിലുള്ള അവസ്ഥയും വളരെ മോശമാണ്. നമുക്ക് കുട്ടിയുടെ അമ്മയിൽ നിന്ന് തന്നെ പ്രതികരണം എടുക്കാം. ചേച്ചി, എന്താണ് ഇപ്പോൾ ഒരു സൗജന്യ ഫ്ലൂയിഡ് നിൽക്കുമ്പോൾ നിങ്ങളത് എങ്ങനെയായിരിക്കും ബാധിക്കുക? അത് ചെയ്യാൻ പറ്റില്ല മോനെ, ഇതിപ്പോൾ നിർത്താനും പറ്റാത്തൊരു ഇതാണ്. അതുകൊണ്ട് മരുന്ന് കിട്ടിയില്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പുറത്തുനിന്ന് വാങ്ങാനാണെങ്കിൽ നല്ല പൈസയാണ്. അതിന് മാത്രമുള്ള സാമ്പത്തിക ശേഷി ഇല്ല ഞങ്ങൾക്ക്. പിന്നെ കൂടുതൽ മരുന്നിന് പുറത്തേക്ക് വാങ്ങാന്ന് വെച്ചാൽ നടക്കാത്തൊരു ഇതാണ്. ഈ സൗജന്യ ഫ്ലൂയിഡിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട സാമഗ്രികളും സൗജന്യമായിട്ടാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. അതിനൊക്കെ ഒരു തുകയാവും പുറത്തുനിന്ന് വാങ്ങുമ്പോൾ. ഓരോന്നിനും ഓരോ പൈസയാണ്. അത് എന്തായാലും നല്ല പൈസയാണ് പുറത്തുനിന്ന് വാങ്ങുന്നത്. 150, 80 അങ്ങനെയാണ് ഓരോ പൈസ വരുന്നത്. ഇതിൻ്റെ സംവിധാനം എങ്ങനെയാണ് വീട്ടിൽ നിന്ന് എങ്ങനെ ചെയ്യാം? വീട്ടിൽ നിന്ന് അത് വയറ്റിലൊരു ഇട്ട് വെച്ചതാണ്. അപ്പോൾ അതൊരു മരുന്ന് 2 മണിക്കൂർ 4 മണിക്കൂറാണ് ഇതിൻ്റെ സമയം. അത് വയറ്റിൽ വെച്ചിട്ട് ആദ്യത്തെ 2 മണിക്കൂർ അത് വയറ്റിൽ വെച്ചിട്ട് പിന്നെ അത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഒഴിവാക്കും. പിന്നെ അടുത്തത് ഇതേപോലെ പിന്നെ ആ മരുന്ന് ഫുൾ ഒഴിവായി പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഈ മരുന്ന് പിന്നെ 500 ഇവന് ചെയ്യുന്നത്. 500 ml വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് പിന്നെ വയറ്റിലേക്ക് കയറ്റും. എന്നിട്ട് പിന്നെ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് ഒഴിവാക്കും. ഇപ്പം ഇങ്ങനെ സൗജന്യ വിതരണം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങാനുള്ളൊരു സ്ഥിതി ഉണ്ടോ? താങ്ങാനാവോ? ഇല്ല, പുറത്തുനിന്ന് വാങ്ങാനാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പൈസ എത്രയോ ഒരു പൈസ വേണം ഈ ഒരു ഇതിന്. ഇങ്ങനെ കിട്ടിക്കൊണ്ട് നിന്നപ്പം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് മരുന്ന് ഇവിടേക്ക് കൊണ്ടുവരുമ്പം തന്നെ വണ്ടിക്കൂലി തന്നെ ഒരുപാടാവും. ബീച്ചിൽ നിന്ന് എടുക്കുകയാണെങ്കിലും മെഡിക്കൽ കോളേജിൽ നിന്ന് എടുക്കുകയാണെങ്കിലും ബീച്ചിൽ നിന്നാകുമ്പോൾ 500 രൂപ അതിന് മാത്രം വണ്ടിക്കൂലി തന്നെ വേണം. മെഡിക്കൽ കോളേജിൽ നിന്നാണെങ്കിൽ 200 സംതിങ് ആണ്. 200, 300 ഓരോരുത്തരും ഓരോ റേറ്റാണ് വാങ്ങുന്നത്. 250 അങ്ങനെ വരുന്നുണ്ട്. ഇപ്പം
ഇപ്പോൾ ഈ ബീച്ച് ജനറൽ ആശുപത്രിയിൽ നിന്നാണ് ഭൂരിഭാഗം ആളുകൾക്കും കിട്ടിക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ല, ഇൻഷുറൻസ് ഉള്ളവർക്ക് മെഡിക്കൽ കോളേജിൽ നിന്നും ഇങ്ങനെ ഒരു വിതരണം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതും ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അതും നിന്ന അവസ്ഥയിലാണ് അല്ലേ? ഇൻഷുറൻസിൽ മരുന്നില്ല, തീരെ മരുന്നില്ല. വിളിച്ചു നോക്കിയിട്ട് വരാനാണ് അവർ പറയുന്നത്. പക്ഷെ വിളിച്ചിട്ട് അവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. ബീച്ചിലാണെങ്കിലും ഇതന്നെ അവസ്ഥ. മരുന്ന് ആദ്യം ഒരു ഉണ്ടെങ്കിലും കുറേ ഇല്ല എന്ന് പറയും. പിന്നെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വിളിക്കുമ്പോൾ പിന്നെ ഒരു പറയും താഴത്തുണ്ട് മുകളിലുണ്ട് എന്നിട്ട് ഇങ്ങനെ കളിപ്പിച്ചതിന് ശേഷമാണ് മരുന്ന് കിട്ടുന്നത്. കുട്ടിക്ക് മറ്റു രോഗാവസ്ഥകളും ഉണ്ട്. കുട്ടിക്ക് ഒരുപാട് ഈ ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉണ്ട്. ഹാർട്ടിൻ്റെ മരുന്ന് വേറെ ഉണ്ട്. പിന്നെ മൂത്രത്തിനാണെങ്കിൽ അതിൻ്റെ വേറെ പ്രശ്നമുണ്ട്. ട്യൂബ് ഇട്ട് മൂത്രം ഒഴിവാക്കാനാണ് ഡോക്ടർ ഇപ്പോഴും പറയുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ട്യൂബ് ഇട്ടിട്ട് മൂത്രം ഡെയിലി 4 പ്രാവശ്യം മൂത്രം ഒഴിവാക്കാൻ. അതുകൊണ്ട് അതിന് സമ്മതിക്കാത്തതുകൊണ്ട് അവന് പേടിയാണ്. അവനപ്പോൾ അപസ്മാരം പോലെ ഇങ്ങനെ വരുന്നതുകൊണ്ട് പിന്നെ അത് ഇപ്പോൾ നിർത്തി വെച്ചിക്കുക. അതിനിപ്പോൾ ഡോക്ടർ ഒരു ഗുളിക തന്നിട്ടുണ്ട്. മൂത്രത്തിൻ്റെ അളവ് എന്തോ കൂടാനാണ് തോന്നുന്നത്. അത് തന്നിട്ടുണ്ട്. അതിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിനുള്ള വേണുഗോപാൽ ഡോക്ടറെ വേറെ കാണിക്കുന്നുണ്ട്. ഈ കിഡ്നിക്ക് ജയകുമാർ സാറിനെ കാണിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് ഗുളികയാണ്. എനിക്ക് കിഡ്നി ലിവറിന് കംപ്ലൈൻറ്റാണ്, ലിവർ സിറോസിസ് ആണ്. അപ്പം ഞാനും ഇങ്ങനെ രോഗിയാണ്. എനിക്ക് എപ്പോഴാണ് എൻ്റെ നാളം പൊട്ട്. ഇപ്പോൾ ഈ അടുത്തൊരു ദിവസം എൻഡോസ്കോപ്പി കഴിഞ്ഞപ്പോൾ തൊണ്ടയ്ക്ക് ഇത് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കാണിച്ചപ്പോൾ അതിനിപ്പോൾ ഡോസ് കൂട്ടിയിട്ടുണ്ട് മരുന്നിൻ്റെ. ഇനി അപ്പോൾ അതിപ്പോൾ ബാൻഡ് പൊട്ടിയാൽ 5 ബാൻഡ് ഇട്ടുണ്ട്. ആ ബാൻഡ് പൊട്ടിയാലാണ് ബ്ലഡ് ഛർദ്ദിക്കുക. അപ്പോൾ ആ ബ്ലഡ് ഛർദ്ദിക്കുന്നതിന് മുൻകരുതലായിട്ട് ഒരു എൻഡോസ്കോപ്പി ഒന്നും കൂടെ ചെയ്ത് നോക്കിയതാണ്. 2 വർഷമായി ഇപ്പോൾ എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 10-ാം തീയതി ആയിരുന്നു ഈ എൻഡോസ്കോപ്പി. അപ്പോഴാണ് ഇങ്ങനെ ഇത് പറഞ്ഞത്. അപ്പോൾ അതിനും ഡോസ് കൂട്ടി. ഗുളികയൊക്കെ പുറത്തുനിന്നുള്ള ഗുളിക ഭയങ്കര പൈസയാണ്. അപ്പോൾ ദിവ്യ ഈ പറഞ്ഞതുപോലെ ഇവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ഇങ്ങനെ ഒരു സൗജന്യ ഫ്ലൂയിഡ് വിതരണം മുടങ്ങിയാൽ വലിയ പ്രതിസന്ധിയിലാകും. അതുകൊണ്ട് തന്നെ സർക്കാർ എത്രയും ബുദ്ധിമുട്ടിൽ തന്നെയാണ്. പെരിറ്റോണിയൽ ഡയാലിസിസിനുള്ള സൗജന്യ ഫ്ലൂയിഡ് വിതരണമാണ് മുടങ്ങിയിരിക്കുന്നത്. രോഗികൾ ADMOയ്ക്ക് പരാതിയടക്കം നൽകിയിട്ടുണ്ട്. ദൃശ്യ പുതിയിടത്താണ് വിവരങ്ങൾ നൽകിയത്.